അന്നദാന ക്രമക്കേട്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും ഭാര്യയുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി. നിലയ്ക്കൽ അന്നദാനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയപ്രകാശിന്റെയും ഭാര്യയുടെയും സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി കണ്ടുകെട്ടി. 40.48 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. 2018-19 മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ പച്ചക്കറികളും മറ്റ് അവശ്യ സാധനങ്ങളും വാങ്ങിച്ചെന്ന പേരിൽ വ്യാജ ബില്ലുകൾ ചമച്ച് ദേവസ്വം ഫണ്ടിൽ നിന്ന് 59.98 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കണ്ടെത്തൽ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ED നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് കോൺഗ്രസ് ദേവസ്വം ബോർഡ്. പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭയിൽ ചർച്ച ചെയ്താൽ UDFന് വിഷമമുണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് 2004 കോൺഗ്രസ് ദേവസ്വം ബോർഡാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്ന് ഇന്നത്തെ കോൺഗ്രസിന്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവായിരുന്നു ദേവസ്വം മന്ത്രി. അന്നു മുതൽ പോറ്റി എല്ലാവിധ കളികളും കളിച്ചു. LDFO നേതാക്കളോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ ആരോപണം കൊണ്ടുവന്നു. സ്പോൺസർ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. കോൺഗ്രസ് അത് ഏറ്റെടുത്തു. മുഖ്യമന്ത്രി പറയുന്നു. മാവേലിക്കരയിൽ പോലീസ് ഔദ്യോഗിക വാഹനം അപകടകരമായി ഓടിച്ച ഡ്രൈവർക്ക് സസ്പെൻഷൻ. ആലപ്പുഴ മാവേലിക്കരയിൽ പോലീസ് ഔദ്യോഗിക വാഹനം അപകടകരമായി ഓടിച്ച ഡ്രൈവർക്ക് സസ്പെൻഷൻ. മാന്നാർ പോലീസ് സ്റ്റേഷനിലെ സ്വരാജിനെതിരെയാണ് ഇങ്ങനെയൊരു നടപടി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് നടപടി. കായംകുളം ചെട്ടികുളങ്ങര റോഡിൽ ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. പോലീസ് വാഹനം അപകടകരമായി പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരായ യുവാക്കളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. പിന്നീട് വാഹനം റോഡരികിൽ നിർത്തിയിട്ടു. ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. 19 വയസ്സുകാരിയായ ഫാത്തിമ നേഹയും പിതാവ് റാഫിയുമാണ് മരിച്ചത്. NGO ക്വാർട്ടേഴ്സിൽ റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇരുവരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ആംബുലൻസ് ഇടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. കോട്ടയം പൊൻകുന്നത്ത് ആംബുലൻസ് ഇടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. തമിഴ്നാട് തേനി സ്വദേശി മുരുകദാസ് ശങ്കരപാണ്ഡ്യനാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം. സംഭവത്തിന് ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് മുരുകദാസിനെ ഇടിക്കുകയായിരുന്നു. ഇതോടെ ഇദ്ദേഹം റോഡിന് നടുവിലേക്ക് തെറിച്ചു വീണു. പമ്പയിൽ പിൽഗ്രിം സെന്റർ ആരംഭിക്കും. ശബരിമലയിൽ സമഗ്രമാറ്റം. വിഷൻ ശബരിമല അവതരിപ്പിച്ച K ജയകുമാർ. ശബരിമലയിൽ സമഗ്രമാറ്റം ലക്ഷ്യമിട്ട് വിഷൻ ശബരിമല അവതരിപ്പിച്ച ദേവസ്വം പ്രസിഡന്റ് K ജയകുമാർ. ശബരിമല അവലോകന യോഗത്തിലാണ് വിഷൻ ശബരിമല അവതരിപ്പിച്ചത്. ശബരിമലയിൽ സമഗ്രമാറ്റം മുന്നോട്ട് വയ്ക്കുന്നതാണ് വിഷൻ ശബരിമല. ശബരിമലയ്ക്കായി പ്രത്യേക ബജറ്റ് ഉണ്ടാകും. പമ്പയിൽ പിൽഗ്രിം സെന്റർ ആരംഭിക്കും. ശബരിമലയിലെ തന്ത്രിമാർ ഓരോ സീസണിലും മാറി മാറി വരുന്നതിൽ തീരുമാനമെടുക്കേണ്ടി വരുമെന്നും K ജയകുമാർ പറഞ്ഞു. സന്നിധാനത്ത് ഉച്ചഭാഷണ ഉപയോഗം നിയന്ത്രിക്കും. കാണാതായവരെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് 30 മണിക്കൂർ ഇടവിട്ടായിരിക്കും ഉണ്ടാകുക. എല്ലാ ഭാഷയിലും അറിയിപ്പ് നൽകും. 483 കോടിയാണ് ഈ സീസണിലെ വരുമാനം. മലപ്പുറത്ത് സ്ത്രീക്ക് നേരെ പുലിയുടെ ആക്രമണം. മലപ്പുറത്ത് സ്ത്രീക്ക് നേരെ പുലിയുടെ ആക്രമണം. പൂക്കോട്ടുംപാടം ഉപ്പുവള്ളിയിലാണ് സംഭവം. മാമ്പറ്റ വഴിമൂച്ചിക്കൽ നഗറിലെ ജാനകിയാണ് പുലി ആക്രമിച്ചത്. കുളത്തിൽ തുണിയടക്കാൻ പോയ സമയത്തായിരുന്നു സംഭവം. ജാനകിയുടെ മുഖത്തിനും തലയ്ക്കുമാണ് പരിക്കേറ്റത്. നിലവിൽ ജാനകിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി. ജിത ഭാസ്കർ, ശ്രീലത എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിലെ ഒന്നാം പ്രതിയുടെയും മൂന്നാം പ്രതിയുടെയും ഭാര്യമാരാണിവർ. ബാങ്ക് സെക്രട്ടറി ആയിരുന്ന TR സുനിൽകുമാറാണ് കേസിലെ 1-ാം പ്രതി. CPM ലോക്കൽ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായിരുന്നു TR സുനിൽകുമാർ. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത്. പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിൽ കാറിടിച്ച സംഭവത്തിൽ നടൻ മണിയൻപിള്ള രാജുവിന് ജാമ്യം. അപകടമുണ്ടാക്കിയ മണിയൻപിള്ള രാജു ഓടിച്ച വോൾവോ കാർ കണ്ടെത്തി. ടെന്നീസ് ക്ലബിന്റെ പിന്നിൽ നിന്നാണ് മണിയൻപിള്ള രാജുവിന്റെ കാർ കണ്ടെത്തിയത്. അപകടത്തിൽ നേരത്തെ മണിയൻപിള്ള രാജുവിനെതിരെ കേസെടുത്ത പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് മണിയൻപിള്ള രാജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാഹനം കണ്ടെത്തിയത്. FIR-ൽ നടന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. ഇതിനിടെയാണ് സ്റ്റേഷനിൽ ഹാജരായ നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മണിയൻപിള്ള രാജുവിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു.
ഇതിനുശേഷം അപകടമുണ്ടായ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതിനുശേഷമാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. പാതിവില തട്ടിപ്പിൽ BJP നേതാവ് എൻ രാധാകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു. പണം വാങ്ങിയിട്ട് സ്കൂട്ടർ നൽകിയില്ലെന്ന പരാതിയിലാണ് കേസ്. തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. എൻ രാധാകൃഷ്ണനെ കൂടാതെ BJP നേതാക്കളായ സുമേഷ്, രൂപേഷ് മേനോൻ, KT ബിനീഷ് എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തു. പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി 2 വർഷമായിട്ടും വാഹനമോ പണമോ നൽകിയില്ലെന്നാണ് പരാതി. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം നിരവധി പരാതികൾ ഉയർന്നിരുന്നു.